നിങ്ങളെ കണ്ടിട്ട് ലവ് മാരേജ് ആണെന്ന് തോന്നുന്നു. കൊള്ളാൻ അങ്ങനെ തോന്നുന്നു. അതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറി സ്റ്റോറി മാത്രമല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉറപ്പായിട്ടും ഫുൾ സ്റ്റോറി ഞങ്ങൾ പറഞ്ഞിരിക്കും ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പറഞ്ഞിരിക്കും. കാരണം നമുക്ക് നമ്മൾ നിൽക്കുന്ന സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് പറഞ്ഞിട്ടുള്ള നമ്മളെ പറ്റി പറഞ്ഞിട്ടുള്ള സ്റ്റോറീസും ഉറപ്പായിട്ട് എനിക്ക് ഒത്തിരി സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലൊന്നും അല്ല. നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ നമ്മളെക്കാട്ടിലും കൂടുതൽ റീച്ച് ആയിട്ടുണ്ട്. പക്ഷേ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു Q&A വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസ്പോൺസ് എങ്ങനെ ആയിരിക്കും നമുക്ക് അറിയത്തിണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചിരുന്നു. ഒരു 2 വീക്സ് ആയിട്ട് നമുക്ക് റെസ്പോൺസ് വലുതായിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു 2 ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് വിസിബിൾ ആയിട്ട് കാണത്തുള്ളായിരുന്നു. ഞാൻ ഇവിടെ പറയുകയും ചെയ്തു ഇത്രയും നാളായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ യാദൃശികമായിട്ട് നമ്മൾ മെയിലൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ മെയിലിൻ്റെ അകത്ത് കുറേ ക്വസ്റ്റ്യൻസ് വന്ന് കിടപ്പുണ്ട് കേട്ടോ. കുറേ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവത്തിൽ നിന്ന് നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിപ്ലൈ ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വരുന്നത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എങ്കിലേ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അപ്പം ഇനി അധികം സമയം കളയാതെ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താണ്, അതിൻ്റെ ആൻസേഴ്സ് ഞങ്ങൾ എന്താ തരുന്നതെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പം നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 10ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന അമ്മു, അത് നമ്മുടെ കസിനാണ് കേട്ടോ. അവളുടെ ശരിക്കുള്ള പേര് അമ്മു എന്നല്ല. അപ്പോൾ അവൾ ചോദിച്ചിട്ടുള്ളത് ലിയ എന്നാണ് അവൾ ശരിക്കുള്ള പേര്. ചോദിച്ചിട്ടുള്ളത് ഹാപ്പി അല്ല ഗൈസ് എന്നാണ്. നമ്മൾ ഹാപ്പിയാണ് അല്ലേ, നമ്മൾ ഡബിൾ ഹാപ്പിയാണ്. പക്ഷേ നമ്മൾ ഹാപ്പിയാണ് ഇങ്ങനെ പബ്ലിക്കലി പറയാനും പറയാന്ന് പറഞ്ഞാൽ നമ്മളിതൊരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്. പക്ഷെ എന്നാലും ആസ് എ പബ്ലിക് നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഈ ഒരു സൊസൈറ്റി എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ഹാപ്പിയാന്ന് ഓപ്പണപ്പായിട്ട് പറയാൻ നമുക്ക് കുറച്ച് പേടിയാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ എന്നാലും ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോകുന്നു. ഓക്കെ, അപ്പം ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. അവിടെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കും. ഇപ്പോൾ കുറേ നാളായി നമ്മൾ വിളിച്ചിട്ട് സംസാരിച്ചിട്ടൊക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പേരില്ല കേട്ടോ, ഒരു ഐഡിയ ആണേ. ND6S4PWZY അതാണ് യൂസർ ID കിടക്കുന്നത്. നമുക്ക് കാണാൻ പറ്റുന്ന ID. ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താവോ? നമ്മളെ പരിചയപ്പെടുത്താൻ ഞങ്ങൾ ഇതുപോലെ കുറേ ഇൻട്രൊഡക്ഷൻ വീഡിയോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ് അല്ലേ. പക്ഷേ ഒന്നും നടന്നില്ലെന്നുള്ളതാണ് സത്യം. എന്നാലും നമ്മൾ ചെറിയൊരു സ്മോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് പോയി കാണുക. എന്താണേലും ഇത് പുതിയ ആരെങ്കിലും ആയിരിക്കും, പുതിയ സബ്സ്ക്രൈബർ വല്ലതും ആയിരിക്കും. അപ്പോൾ പരിചയപ്പെടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു. എൻ്റെ പേര് രാഹുൽ, നെടുങ്കണ്ടത്തിനടുത്ത് താന്നുകൊണ്ടാണ് വീട്. എൻ്റെ ഒരു പൂജ എന്നാണ്. ഞാൻ എന്നെ വീട്ടിൽ വിളിക്കുന്ന അമ്മ എന്നാണ്. എന്നെ അങ്ങനെ വിളിക്കാനത് എനിക്കിഷ്ടം. പിന്നെന്താ, ഞങ്ങൾ രണ്ടും സെയിം നാട്ടുകാരാണ്. പിന്നെ ഇടുക്കി ബേസ്ഡ് ആണ്, നെടുങ്കണ്ടത്താണ് നമ്മുടെ സ്ഥലം. ഇതാണ് നമ്മളെ പറ്റി ചെറിയൊരു പരിചയപ്പെടുത്തൽ. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള പരിചയപ്പെടുത്തലും വീഡിയോസും എല്ലാം പുറകെ വരുന്നതായിരിക്കും കേട്ടോ. നമ്മൾ മിക്ക വീഡിയോസും നിങ്ങൾ പറയാറുണ്ട്, പക്ഷേ ഒരു സമയമോ സന്ദർഭമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. വീഡിയോസ് പോലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയതാണ് ലേറ്റ് ആവുന്നത്. അപ്പം ചോദിച്ചതിനുള്ള റിപ്ലൈ തന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അമ്മയ്യ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണോ ആൾ വലുതാണോ ഒന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ. എന്താണേലും അമ്മയുടെ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങളുടെ ലവ് മാരേജ് ആണോ? ആണെങ്കിൽ ലവ് സ്റ്റോറി പറയാമോ? ആദ്യം തന്നെ അമ്മയ്ക്ക് ഒത്തിരി താങ്ക്സ് ക്വസ്റ്റ്യൻ ചോദിച്ചതിന്. അമ്മയ്ക്ക് മാത്രമല്ല, ഇതിന് മുന്നേ ഉള്ള 2 പേർക്കും താങ്ക്സ്. ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ താങ്ക്സ്. നമ്മളൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല നമുക്കൊരു ഇത്തരം ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പം അമ്മയ്ക്ക് നല്ലൊരു താങ്ക്സ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു 5.5 വർഷത്തെ കാര്യങ്ങളായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് കാര്യങ്ങളൊന്നും നടന്നില്ല. പിന്നെ എല്ലാവരും നടത്തി തരും എന്നൊക്കെ പ്രതീക്ഷിച്ച വെച്ച് ഇങ്ങനെ കുറേ വർഷങ്ങളങ്ങ് മാറി അങ്ങ് പോയി. എങ്ങനെ കുഴപ്പമില്ല. അതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറി നമ്മള് ചോദിച്ച പോലെ നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. ലവ് സ്റ്റോറി ഉറപ്പായിട്ടും പറയും. ലവ് സ്റ്റോറി മാത്രമല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉറപ്പായിട്ടും പറയും. ഫുൾ സ്റ്റോറി ഞങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കും, ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പറഞ്ഞിരിക്കും. കാരണം എപ്പോഴും പറയുന്നല്ലേ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്. അപ്പം നമ്മൾ ജെനുവിൻ അല്ലാത്ത റിയൽ അല്ലാത്ത ഒരു കാര്യങ്ങളും നമ്മൾ പറയത്തില്ല. കാരണം നമ്മുടെ ജീവിതം വെച്ച് നമ്മൾ ഒരിക്കലും ഇതാവത്തില്ല.
കാരണം പോസിറ്റീവ് പറഞ്ഞാലും നെഗറ്റീവ് കണ്ടെത്തുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ കാര്യങ്ങൾ മാത്രം, നമ്മുടെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അതായത് നമ്മുടെ ചാനലിൽ അങ്ങനെ തന്നെ പേരിട്ടേക്കുന്നത് അവർ റിയൽ ലൈഫ് സ്റ്റോറി, നമ്മുടെ റിയൽ ലൈഫ് മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. നമുക്ക് ഇല്ലാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ അമ്മയോടൊരു കാര്യം അങ്ങോട്ട് പറയാനുള്ളത്, ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അമ്മയോ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. ഞങ്ങളുടെ ലവ് സ്റ്റോറി ആണോ കാണണ്ടേ, അല്ല പറയേണ്ടത്, ഞങ്ങൾ പറയേണ്ടത്, അതോ നമ്മളെ പറ്റി നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ പറഞ്ഞ സ്റ്റോറീസും കൂടെ ഞങ്ങൾക്ക് അതും കൂടെ ഞങ്ങൾക്ക് പറയണമെന്നുണ്ട് കേട്ടോ. കാരണം ഇനി മേലാൽ ഒരാളും ഇങ്ങനെ വേട്ടയാടപ്പെടാൻ പാടില്ല. ലവ് സ്റ്റോറി ഉറപ്പായിട്ട് ഇടും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ നിൽക്കുന്ന സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് പറഞ്ഞിട്ടുള്ള, നമ്മളെ പറ്റി പറഞ്ഞിട്ടുള്ള സ്റ്റോറീസും ഉറപ്പായിട്ട്, എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ വ്ളോഗ് വരാൻ ചാൻസ് കൂടുതൽ. നീതി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ അടുത്തൊരു യൂസറാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് യൂസർ ID ഇങ്ങനെയാണ്, XYDNRPZYW. പേരില്ല കേട്ടോ. രണ്ടുപേരുടെയും വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. പറഞ്ഞോ. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ മാത്രമേ ഉള്ളൂ നിലവിൽ. പിന്നെ തൊട്ട് താഴെ അവളുടെ കാര്യം അവൾ പറയും. എൻ്റെ വീട്ടിൽ അപ്പ, അമ്മ, എനിക്ക് അനിയനുണ്ട്. അപ്പം ഇപ്പോൾ ഞങ്ങൾ 4 പേരായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പം അവിടെ 3 ഇവിടെ 3 അങ്ങനെ കേട്ടോ. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നിങ്ങളെ കണ്ടിട്ട് ലവ് മാരേജ് ആണെന്ന് തോന്നുന്നു. ആണെങ്കിൽ ബിഫോർ മാരേജ് ആൻഡ് ആഫ്റ്റർ മാരേജ് സെയിം ആണോ? അനൂപോൾ എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണോ ചേച്ചിയാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ക്വസ്റ്റ്യൻ ചോദിച്ചതിന് താങ്ക്സ്. അതെ, ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. ആണെങ്കിൽ ബിഫോർ മാരേജ് ആൻഡ് ആഫ്റ്റർ മാരേജ് സെയിം ആണോ? ഞങ്ങളുടെ ലവ് മാരേജ് എന്ന് പറയാനുള്ളതേ ഉള്ളൂ. പക്ഷെ ഞങ്ങളെ ഇന്നത്തെ ഒരു ജനറേഷനിൽ കറങ്ങി നടക്കുക അങ്ങനത്തെ ഒരു എക്സ്പ്ലോഷർ ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അത് ചിലപ്പോൾ വിശ്വസിക്കത്തില്ലായിരിക്കും. പക്ഷെ നമ്മുടെ അവസ്ഥ എങ്ങനെയായിരുന്നു, നമ്മൾ അടുത്താണെങ്കിൽ പോലും നമ്മുടെ അവസ്ഥ എങ്ങനെയായിരുന്നു, നമ്മൾ കാണുന്നതിലും വർഷങ്ങളും മാസങ്ങളും വെച്ചിട്ടായിരുന്നു. ഈ കയ്യെത്താ ദൂരത്തായിരുന്നു എൻ്റെ വൈഫ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പോകുന്ന വഴിക്ക് ചിലപ്പോൾ കാണാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ കണ്ണിൽ കണ്ടു എന്നുള്ളതല്ലാതെ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് കാണുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ 6 മാസം കൂടുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കാണും, ഒന്ന് മിണ്ടും. ഞങ്ങളുടെ മെയിൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. PSC പരീക്ഷ ആയിരുന്നു നമ്മുടെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ PSC പരീക്ഷയില്ല കേട്ടോ. നമ്മളെ അങ്ങനെയൊക്കെ നമ്മൾ അപൂർവമായിട്ടേ കാണത്തുള്ളായിരുന്നു. അത് പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല. അത് നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം. അപ്പോൾ ലവ് റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ആ ഒരു ലൈഫും നമ്മുടെ മാരീഡ് ലൈഫും ഒരുമിച്ച് എൻജോയ് ചെയ്യുന്നത്. നേരത്തെ പോയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ വീണ്ടും പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും പോകുന്നുമുണ്ട്. കുറച്ച് സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അത് കൂടുതലും അമ്പലങ്ങള്, നമ്മുടെ കാര്യങ്ങൾ നടക്കണമല്ലോ. അമ്പലങ്ങൾ അങ്ങനെ. പിന്നെ എല്ലാ PSC പരീക്ഷയും കൊണ്ട് വിടത്തില്ല. എന്നാലും അങ്ങനെയൊക്കെ ആയിരുന്നു. നമുക്ക് പരസ്പരം തമ്മിൽ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നിരുന്നത് അങ്ങനെ മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് ലവ് സ്റ്റോറി കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് ലവ് സ്റ്റോറിയാണോ ട്രാജിക് സ്റ്റോറിയാണോ എന്തൊരു സ്റ്റോറി, ഇതിങ്ങനെ മനുഷ്യന്മാർക്ക് വരുമോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ലവ് സ്റ്റോറി കേട്ട് കഴിയുമ്പോൾ മനസ്സിലാകും കേട്ടോ. അപ്പം ബിഫോർ മാരേജ് ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കറങ്ങി നടന്നൊരു എക്സ്പ്ലോഷൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾക്ക് അത് അറിയത്തില്ല എങ്ങനെയാണ്. പക്ഷെ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടാണ് നമ്മൾ ലവ് മാരേജിന്റെ ആ ഒരു ടൈമിലെ കാര്യങ്ങളും മാരേജ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഇപ്പോഴാണ് എൻജോയ് ചെയ്യുന്നത്. അപ്പം അനുവിന് അതിനുള്ള ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുമോ? അത് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഫുള്ള് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ രാവിലെ എണീക്കുമ്പോഴൊക്കെ വീഡിയോ എടുക്കും, കുറേയൊക്കെ എടുക്കും. പിന്നെ അതാ ഒരു വ്ളോഗ് പോകും. അപ്പോൾ ഇത് ചോദിച്ചിട്ടുള്ള വിദ്യയാണ് കേട്ടോ. വിദ്യ എൻ്റെ ഫ്രണ്ടാണ്. അപ്പം അപ്പം വിദ്യ അല്ലാതെ വേറെ കുറച്ച് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ അണ്ടറിൽ ഞാൻ കാണുന്ന കുറച്ച് കോമൺ കമൻറ്റാണ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇനിയും ചെയ്യാം കേട്ടോ. ഇനിയും നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം. കാരണം നിങ്ങൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒത്തിരി ഹാപ്പിയാണ്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നിങ്ങൾ കമൻറ്റ് ഇടണം, നമുക്ക് ഏത് ടൈപ്പ് ഓഫ് വീഡിയോ കമൻറ്റ് ഇടണം എന്ന് പറഞ്ഞതിന് ഒരു റെസ്പോൺസ് ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത് കേട്ടോ. വലിയ ഒത്തിരിയും സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലൊന്നും അല്ല. നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ നമ്മളെക്കാട്ടിലും കൂടുതൽ റീച്ച് ആയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഫിസിക്കൽ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് എനിക്ക് വീഡിയോ എഡിറ്റിങ്ങോ മറ്റു കാര്യങ്ങളൊന്നും പറ്റാത്ത ഒരവസ്ഥയാണ്.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് കുറവായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. യൂട്യൂബിൽ കുറവായിട്ട് നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുക. ആക്റ്റീവ് ആവണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അപ്പം ഇനി നമുക്ക് ശ്രമിക്കാം. ഇനി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ അച്ചൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയ ആണ് കേട്ടോ. നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് എത്ര നാളായി? ചേച്ചി പ്രഗ്നൻ്റ് ആണോ? എത്ര മന്തായി? ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് എത്ര നാളായി? കഴിഞ്ഞ നവംബർ 15-നായിരുന്നു, 2023 നവംബർ 15-നായിരുന്നു ഞങ്ങളുടെ വെഡിങ്. അപ്പം എത്ര മാസമായി എന്നാണ് ചോദിച്ചേക്കുന്നത്? പറ. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 8 മാസം കഴിഞ്ഞായിരുന്നു. പിന്നെ പ്രഗ്നൻ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആണ്, 5 മാസമായി. അപ്പം ഇത്രേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് 8 മാസമായി, എനിക്കിപ്പോൾ 5 മാസമായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അശ്വതി എന്ന് പറഞ്ഞ ഒരു ഐ ഡി നിന്നാണ്. ഹോൾ വീഡിയോ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ചെയ്യാമോ ചേച്ചി? ചെയ്യാം, എന്താണെങ്കിലും ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ ഒരു ഹെൽത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മളിങ്ങനെ അധികം ആക്റ്റീവ് ആകാതിരിക്കുന്നത്. എന്താണെങ്കിലും നമ്മൾ ഹോൾ വീഡിയോ ഒക്കെ മാക്സിമം ഇനിയും ചെയ്യാം. അതുപോലെ ഷോപ്പിങ്ങും വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം എന്താണേലും ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ച എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് അല്ലേ, ബിഗ് താങ്ക്സ്. അപ്പം ഇനിയും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിലൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മളിടുന്ന വീഡിയോസിനടിയിൽ കമൻറ്റ് ചെയ്യണം, നമ്മൾ ഇനി എന്ത് ഇമ്പ്രൂവ്മെൻറ്റാണ് ചെയ്യേണ്ടത്, ഇനി ഏത് ടൈപ്പ് ഓഫ് വീഡിയോസാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് എങ്ങനത്തെ കണ്ടൻറ്റാണ് വേണ്ടതെന്നുള്ളത് ഇപ്പോൾ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളതെല്ലാം ഫോളോ ചെയ്ത് അതെല്ലാം ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഓരോരോ പുതിയ വീഡിയോസും കണ്ടൻറ്റൊക്കെ ആയിട്ട് നമ്മൾ ഉറപ്പായിട്ടും പുതിയ വ്ളോഗിലൂടെ നമുക്ക് മുന്നോട്ടിനി കാണാം. അപ്പോൾ അതുവരെ ബൈ.